ഒരു ബാഗിൽ 7:2:4 എന്ന അംശബന്ധത്തിൽ ₹1, 50 പൈസ, 25 പൈസ നാണയങ്ങൾ ഉണ്ട്. ആ ബാഗിൽ 150 രൂപയുണ്ട്. അപ്പോൾ 25 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര? അപ്പം നമുക്ക് തന്ന പോലെ എഴുതാം. 7:2:4 എന്ന അനുപാതത്തിൽ അല്ലേ? എത്ര രൂപ? ₹1, 50 പൈസ, 25 പൈസ. അപ്പോൾ ₹1, 50 പൈസ, 25 പൈസ അല്ലേ? നമ്മൾ എഴുതുമ്പം ₹1 7 പറയുമ്പോൾ ₹7 അല്ലേ? പിന്നെയോ 50 പൈസ 2 പറയുമ്പോൾ ₹1, 25 പൈസ 4 എന്ന് പറയുമ്പോൾ ₹1 അല്ലേ? അപ്പോൾ ടോട്ടലി അനുപാതം എത്രയായിരിക്കും? 7 1 8 1 9. അനുപാതം എത്രയാണ്? 9. ഈ 9 രൂപയിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണം എത്ര നോക്കണം. എത്ര എണ്ണം? 4 എണ്ണം അല്ലേ? അപ്പോൾ 9 രൂപയിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണം 4 അല്ലേ? അപ്പോൾ ഈ 180 രൂപയിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണണം. അപ്പോൾ 180 × 4/9 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 80. അപ്പോൾ എത്ര എണ്ണം? 80 എണ്ണം കാണും. 25 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാ? 80 എണ്ണം.